നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യ സമ്പ്രദായത്തെ പൊളിച്ചെഴുതുന്ന സുപ്രധാനമായ രണ്ട് സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ അരങ്ങേറുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയുമായി മോദി സർക്കാർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതെത്രമാത്രം പ്രായോഗികമാണ് എന്ന് നമുക്ക് നിശ്ചയമില്ലെങ്കിലും അത് നടപ്പിലാക്കുമെന്നും അതിൻ്റെ ഭാഗമായി നിയമസഭകൾ പോലും പിരിച്ചുവിടുമെന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ അതോ 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ അതിനിടയിൽ സുപ്രധാനമായ രണ്ട് ബില്ലുകൾ പാർലമെൻറ്റിലേക്ക് എത്തുന്നു. ഒന്ന്, പാർലമെൻറ്റിലെ MP-മാരുടെ എണ്ണം പരമാവധി 850 ആക്കുന്നതാണ്. ഇപ്പോൾ അത് 550 ആണ്. 550 ആണെങ്കിലും 543 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. 550 വരെ ആക്കാനുള്ള അവകാശമുണ്ട്. അത് 850 വരെ ആക്കാനുള്ള തീരുമാനമാണ്. ഇങ്ങനെ 850 വരെ ആക്കുന്ന തീരുമാനത്തിനൊപ്പം തന്നെ ഇതനുസരിച്ച് വനിതകൾക്ക് 33% സംവരണം കൊടുക്കാനും ബില്ല് ലക്ഷ്യമിടുന്നു. ഇത് വലിയൊരു വിപ്ലവത്തിൻ്റെ തിരികൊളുത്തലാണ്. എന്തുകൊണ്ടാണ് വനിതാ സംവരണവും മണ്ഡല പുനർവിന്യാസത്തിലൂടെ 850 ആക്കി പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും വിവാദമാകുന്നത് എന്ന് ചോദിച്ചാൽ, രണ്ടും രണ്ട് സംഭവങ്ങളാണെങ്കിലും രണ്ടും പരസ്പരം ബന്ധിപ്പിച്ച് ഒന്നായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. വനിതാ സംവരണം ആവശ്യമാണോ എന്ന ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന 15 വനിതകളിൽ ഭൂരിപക്ഷവും അടക്കം സംവരണം വേണ്ട എന്ന് തീരുമാനമെടുത്തത് നമ്മുടെ ജനാധിപത്യം ശൈശവ ദശയിലാണ്. അതിനുശേഷം അത് തനിയെ ശരിയായിക്കോളും എന്ന് വിചാരിച്ചാണ്. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അമേരിക്കയിൽ സെനറ്റർമാരും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവുമാരും അടക്കം അമേരിക്കൻ കോൺഗ്രസിലെ ആകെ അംഗത്വം 535 ആണ്. അതിൽ ഏതാണ്ട് 1/3 സ്ത്രീകളാണ്. എന്നാൽ വനിതാ സംവരണം അവിടെ നിയമമായില്ല. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ആകെ എണ്ണം 650 ആണെങ്കിൽ അതിൽ 41% പേരും വനിതകളാണ്. പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിലൊക്കെ അങ്ങനെയാണ്. സംവരണം ഏർപ്പെടുത്താതെ തന്നെ സമൂഹം സ്ത്രീകളെ വേണ്ടതുപോലെ പരിഗണിക്കുന്നു. അവിടെയും അർഹമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല. ഏതാണ്ട് പകുതിയോളം ജനസംഖ്യ സ്ത്രീകളാണെന്ന് ഓർക്കണം. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ അതിദയനീയമാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 8 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടെ സ്ത്രീകളുടെ എണ്ണം നാമമാത്രമാണ്. പുരോഗമനത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൺകണ്ട ദൈവങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നേ വരെ അവരുടെ ഒരു ജില്ലാ സെക്രട്ടറിയെ പോലും വനിതകളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടില്ല. അത്രമാത്രം പിന്നോക്കാവസ്ഥയിലാണ് ഈ രാജ്യത്തെ സ്ത്രീകളുടെ രാഷ്ട്രീയ അധികാരം എന്നത് കണക്കിലെടുത്ത് വനിതാ സംവരണത്തിൻ്റെ മുറവിളി കഴിഞ്ഞ കുറേ കാലമായി ഉണ്ട്. 2010 UPA സർക്കാരിൻ്റെ കാലത്ത് വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസാക്കിയെങ്കിലും അത് ലോക്സഭയിലെത്തിയില്ല. 2023 ഇത്തരമൊരു സാഹചര്യം വീണ്ടും രൂപപ്പെട്ടു. പ്രതിപക്ഷം ഒറ്റ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു വനിതാ സംവരണം വേണമെന്ന്. എന്നാൽ മോദി സർക്കാർ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. BJP ഭരിക്കുമ്പോൾ വനിതാ സംവരണം കൊണ്ടുവന്നാൽ പ്രതിപക്ഷം എതിർക്കുകയില്ല, പാസ്സാകും. എന്നാൽ പാസ്സാകാൻ പ്രയാസമുള്ള ഒന്നാണ് മണ്ഡല പുനർവിഭജനം. കാരണം ഈ രണ്ടും പാസ്സാകണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് പാർലമെൻറ്റിന് 2/3 ഭൂരിപക്ഷം വേണം. ഒപ്പമാണ് 50% നിയമസഭകളുടെയെങ്കിലും പിന്തുണ. ഇന്ത്യയിൽ പകുതിയിലധികം നിയമസഭകൾ BJP ഭരണമായതുകൊണ്ട് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ ലോക്സഭയിലും രാജ്യസഭയിലും 2/3 അംഗങ്ങളുടെ പിന്തുണ വേണ്ടതുകൊണ്ട് മണ്ഡല പുനർവിഭജനം നടന്നെന്ന് വരില്ല. ആകെയുള്ള 543 MP-മാരിൽ 360 പേരാണ് 2/3 എങ്കിൽ NDAക്ക് 293 മാത്രമേ ഉള്ളൂ. രാജ്യസഭയിൽ ആകെയുള്ള 244-ൽ 141 മാത്രമാണ് NDAക്കുള്ളത്. 163 3/2 ഭൂരിപക്ഷം. ഈ പശ്ചാത്തലത്തിലാണ് വനിതാ സംവരണവും മണ്ഡല പുനർവിഭജനവും ഒരുമിച്ച് ചേർത്ത് മോദി സർക്കാർ കൊണ്ടുവരുന്നത്. ഇവിടെ വെട്ടിലാകുന്നത് പ്രതിപക്ഷമാണ്. അവർ ഈ ബില്ലിനെ എതിർത്താൽ സ്ത്രീ സംവരണത്തെ എതിർത്തതിന് തുല്യമാകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബില്ലിനെ അനുകൂലിക്കേണ്ടി വരും. ഈ പ്രതീക്ഷയിലാണ് മോദി സർക്കാർ ഇത് കൊണ്ടുവന്നത്. ഒരു കാര്യത്തിൽ മോദി സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇതുവരെ പറഞ്ഞു കേട്ടത് ഈ വർഷം ആരംഭിച്ച സെൻസസിന് ശേഷം ആ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം നടത്തുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഉത്തരവനുസരിച്ച് 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുനർവിഭജനം.
പുതിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വലിയ തോതിലുള്ള ജനസംഖ്യാനുപാതമായ വിവേചനമുണ്ടാവും എന്ന ആശങ്കയുണ്ട്. 10 ലക്ഷം പേർക്ക് ഒരു MP എന്നതാണ് നിലവിലുള്ള കണക്കെങ്കിൽ ഇപ്പോൾ 1400 MPമാരെങ്കിലും വേണം. അതുകൊണ്ട് അതായിരിക്കില്ല മാനദണ്ഡം എന്ന് വ്യക്തമാകുന്നു. പകരം 50% MPമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ആലോചന എന്നാണ് റിപ്പോർട്ട്. അത് വാസ്തവത്തിൽ ഗുണകരമാണ്. ജനസംഖ്യാനുപാതികമായി തീരുമാനിച്ചാൽ 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ ആളുകൾക്ക് ഒരു MP എന്ന കണക്കുണ്ടാവും. അങ്ങനെയെങ്കിൽ 850 MPമാരുടെ എണ്ണം ഉയർന്നാലും കേരളത്തിലെ ഇപ്പോഴുള്ള 20 MPമാരുടെ എണ്ണം താഴോട്ട് പോകും. എന്നാൽ ഇപ്പോൾ പറയുന്നത് നിലവിലുള്ള MPമാരുടെ എണ്ണം അതാത് സംസ്ഥാനങ്ങളിൽ 50% വീതം വർദ്ധിപ്പിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിന് 20 എന്നത് 30 മാറും. ഇത് കേരളത്തിൻ്റെ പ്രാതിനിധ്യത്തിന് കുറവ് വരുമെങ്കിലും ജനസംഖ്യാനുപാതികമായി വർദ്ധിപ്പിച്ചാൽ ഉണ്ടാവുന്ന നഷ്ടം നികത്തപ്പെടും. മാത്രമല്ല തെക്കേ ഇന്ത്യയെ അവഗണിക്കുന്നു എന്ന പരാതിയും ഇല്ലാതാകും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പുതിയ പരിഷ്കാരം BJPക്ക് ഉണ്ടാവുന്ന നേട്ടം ചില്ലറയാവില്ല. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിലെ 80 120 മാറും, ബീഹാറിൽ 60, മഹാരാഷ്ട്രയിൽ 72, വെസ്റ്റ് ബംഗാളിൽ 61, തമിഴ്നാട്ടിൽ 59 ഉയരും. ഇങ്ങനെ MPമാരുടെ എണ്ണം കൂടുമ്പോൾ ഉത്തർപ്രദേശും ബീഹാറും മധ്യപ്രദേശും വെസ്റ്റ് ബംഗാളും അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോലും BJPക്ക് അധികാരത്തിലെത്താൻ കഴിയും. എന്നിരുന്നാലും ജനസംഖ്യാനുപാതികമായി MPമാരുടെ എണ്ണം നിശ്ചയിക്കുന്നതിനേക്കാൾ മികച്ച തീരുമാനം ഇത് തന്നെയാണ്. ജനസംഖ്യാനുപാതികമായി തീരുമാനിച്ചാൽ കേരളത്തിൻ്റെ എണ്ണം ഗണ്യമായി കുറയുമ്പോൾ ഉത്തർപ്രദേശിൻ്റെത് ഗണ്യമായി കൂടുമെന്ന് ഓർക്കണം. അത്രയും വലിയൊരു കടുങ്കൈ ചെയ്ത് ഇന്ത്യയെ തെക്കെന്നും വടക്കെന്നും രണ്ടായി വിഭജിക്കാൻ BJP ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വിട്ടുവീഴ്ച. ഇങ്ങനെയാണെങ്കിൽ പോലും BJPയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഇനിയുള്ള കാലം BJP തന്നെ രാജ്യം ഭരിക്കുന്ന തരത്തിൽ ഒരു സാഹചര്യം രൂപപ്പെടുന്നു. 8 പതിറ്റാണ്ട് നീണ്ട സ്വാതന്ത്ര്യത്തിൽ 7 പതിറ്റാണ്ടും രാജ്യം ഭരിച്ചിട്ടും കോൺഗ്രസ് സർക്കാരുകൾക്ക് വനിതാ സംവരണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അത് BJP സർക്കാർ നടപ്പിലാക്കിയാൽ അതുകൊണ്ട് തന്നെ പകുതിയിലധികം വരുന്ന സ്ത്രീ ജനസംഖ്യ BJPയോട് കൂടുതൽ അടുക്കും. മാത്രമല്ല സ്ത്രീകൾ കൂടുതൽ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരികയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ആനുപാതികമായി പട്ടികജാതി പട്ടികവർഗ സംവരണം കൂടി ഉള്ളതിനാൽ ദളിത് സമൂഹത്തിൽപ്പെട്ടവരും നേതാക്കളായി മന്ത്രിമാരായി ഉയർന്നു വരും. ഇതിനെ എതിർക്കാൻ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല എന്നതിന് തെളിവാണ് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ CPIയുടെ ദേശീയ സെക്രട്ടറി ആനി രാജയുടെ ലേഖനം. ആനി എഴുതുകയാണ്, നിലവിലുള്ള MPമാരുടെ എണ്ണത്തിൽ 33% വനിതാ സംവരണം ആക്കാതെ MPമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് വനിതാ സംവരണം ഏർപ്പെടുത്തുന്നത് നിലവിലുള്ള പുരുഷന്മാരുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയാനാണ്, പുരുഷാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്ന്. എത്ര വിചിത്രമായ വാദമാണെന്ന് ഓർക്കണം. സ്ത്രീകൾക്ക് അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയാൽ മാത്രം പോരാ, പുരുഷന്മാരുടെ അവകാശങ്ങൾ കൂടി ഇല്ലാതായാൽ മാത്രമേ ആനി രാജയെപ്പോലുള്ളവർക്ക് തൃപ്തി വരൂ. വനിതാ സംവരണം വഴി എണ്ണം കൂട്ടുമ്പോൾ വനിതകൾക്ക് അവസരം ലഭിക്കുകയും നിലവിലുള്ള പുരുഷന്മാരുടെ അവസരം നിഷേധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് ആനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആനി രാജ ഇത് ചൂണ്ടിക്കാട്ടി ബഹളം വയ്ക്കുന്നത്. എന്തായാലും കാര്യമായ ഭിന്നതയില്ലാതെ വനിതാ സംവരണവും മണ്ഡല പുനർവിഭജനവും നടത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ശ്ലാഘനീയമാണ്. എന്നാൽ 3/2 ഭൂരിപക്ഷം എന്ന കടമ്പ എങ്ങനെ അവർ കടക്കും എന്ന് കണ്ടറിയണം. അത് കടന്നാൽ മാത്രമേ ഈ നീക്കം വിജയിക്കൂ. ഈ നീക്കം വിജയിച്ചാൽ BJPയുടെ രാഷ്ട്രീയ ഭാവി കൂടുതൽ വ്യക്തതയോടെ ഉറപ്പിക്കുകയായിരിക്കും.